നമ്മുടെ നാട്ടിൽ എംപിയുടെ എന്ത് വികസനം എന്ന മുദ്രാവാക്യമുയർത്തി ജനകീയ വിചാരണ സംഘടിപ്പിച്ചു. കൊല്ലം എംപി NK പ്രേമചന്ദ്രന്റെ വികസന വിരുദ്ധതയ്ക്കും പൊള്ളയായ അവകാശവാദങ്ങൾക്കും എതിരെയാണ് LDYF പുനലൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ വിചാരണ നടത്തിയത്. LDF പുനലൂർ നിയോജകമണ്ഡലം കമ്മിറ്റി സെക്രട്ടറി ജോർജ് മാത്യു യോഗം ഉദ്ഘാടനം ചെയ്തു. അൽ-അമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. ജനാധിപത്യ മുന്നണിയുടെ ഘടകകക്ഷിയായിട്ടുള്ള RSPയുടെ നേതാവ് പ്രേമചന്ദ്രൻ മുമ്പേ പറഞ്ഞത് അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി കടന്നു വന്നതിന് ശേഷം പാലിച്ചിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പറയണം. ഞാൻ ഈ യോഗം ചേർന്നതിന് തൊട്ടു മുമ്പ് 4 മണി മുതൽ 5 മണി വരെ ഈ പട്ടണത്തിന്റെ പ്രാന്തപ്രദേശത്ത് പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമായ RPയിലെ തൊഴിലാളികളെ യോഗത്തിൽ പങ്കെടുത്താണ്. റീഹാബിലിറ്റേഷൻ പ്രാദേശിക നല്ലതുപോലെ അറിയാം. ശ്രീലങ്കയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളുകൾക്ക് പാർപ്പിടം ഒരുക്കാൻ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന ഘട്ടത്തിലാണ് കേരളത്തിലെ ഗവൺമെന്റുമായി കൂട്ടുചേർന്ന് RP സ്ഥാപിക്കുന്നു. RPയിൽ ഓഹരി പങ്കാളിത്തമുള്ള സംസ്ഥാനമാണ് കേരളം. RPയിൽ ഓഹരി പങ്കാളിത്തമുള്ള രാജ്യമാണ് ഇന്ത്യ ഗവൺമെന്റ്. ഞാനവിടെ ഒരാൾ ചോദിച്ചു, ഈ പ്രതിസന്ധി 3-4 കൊല്ലമായി ശമ്പളം കൊടുക്കാൻ കഴിയുന്നില്ല, പെൻഷൻ സമയത്ത് കൊടുക്കാൻ കഴിയുന്നില്ല, ബോണസ് കൊടുക്കാൻ കഴിയുന്നില്ല, വല്ലാത്ത പ്രതിസന്ധിയിലാണ് സ്ഥാപനം. ഈ സ്ഥാപനത്തിൽ നിന്ന് കൈനീട്ടി കൃത്യമായി ഡിവിഡന്റ് ലാഭവിഹിതം പറ്റിയിട്ടുള്ള ഗവൺമെന്റാണ് കേന്ദ്ര ഗവൺമെന്റ്. ആ ഗവൺമെന്റ് നിരുത്സാഹിച്ചു. നാട് മുഴുവൻ വികസിപ്പിച്ചെന്നാണ് പ്രേമചന്ദ്രൻ അവകാശപ്പെടുന്നത്. പ്രേമചന്ദ്രന് വേണ്ടി വാതോരാതെ പ്രസംഗിക്കുന്ന കോൺഗ്രസുകാർ UDFകാർ നാട്ടിലുണ്ട്. ഞങ്ങൾ വിനയപൂർവ്വം ചോദിക്കുകയാണ്, ഈ റീഹാബിലിറ്റേഷൻ പ്ലാന്റേഷൻ എന്ന് പറയുന്ന പാവപ്പെട്ട പട്ടിണിക്കാരായ തൊഴിലാളികൾ തമിഴ് വംശർ പണിയെടുക്കുന്ന സ്ഥാപനം തകർച്ചയിലേക്ക് നീങ്ങുമ്പോൾ അതിനെ സഹായിക്കാൻ കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ഒരു ചുല്ലി കാശ് വിനിയോഗിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളിപ്പോ ആ പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ ഞാനിവിടെ വരുന്നു. RPയെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ നടപടി സ്വീകരിക്കണമെന്നില്ല. RPയിൽ ഉൽപ്പന്നമായ റബ്ബർ പാലിന് മെച്ചപ്പെട്ട വില ലഭിക്കേണ്ടതായിട്ട് ഇത് സാർവദേശീയ കമ്പോളത്തിൽ ഏതാണ്ട് 230 രൂപയിൽ കൂടുതൽ 1 കിലോഗ്രാം റബ്ബറിന്റെ വിലയുണ്ട്. ഉദ്ഘാടന യോഗത്തിൽ LDYF മണ്ഡലം കമ്മിറ്റി ചെയർമാൻ ശ്യാംരാജ് അധ്യക്ഷത വഹിച്ചു. അദ്ദേഹത്തിന്റെ വികസന വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ, ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ജനങ്ങളുടെ നേർക്ക് പല്ലടിച്ച് കാണിച്ചുകൊണ്ട് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചാൽ ഈ നാട്ടിലെ ജനങ്ങൾ കണ്ണുമടച്ച് തനിക്കോട്ട് ചെയ്യുമെന്നുള്ള അദ്ദേഹത്തിന്റെ തെറ്റായ ആത്മവിശ്വാസം പൊളിച്ചതിനൊക്കെ തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർന്നു തന്നെ ഈ നാടിന്റെ മുമ്പിൽ, ഈ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിന് മുമ്പിൽ നാം ഉയർത്തപ്പെടേണ്ടതായിട്ടുണ്ട്. ഇവിടെ നിന്നും ഒരു രോഗിയെ കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയാൽ ആ രോഗി മരിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടുന്ന സമയം കഴിഞ്ഞാൽ പോലും ജില്ലാ ആശുപത്രിയുടെ പടിവാതിൽക്കലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയില്ല. ഇവിടുത്തെ ദേശീയപാത വികസനത്തെക്കുറിച്ച്, റെയിൽവേയുടെ ഇത്തരത്തിലുള്ള തകർച്ചയെക്കുറിച്ച് ഇദ്ദേഹത്തിന് യാതൊരുവിധ കാര്യങ്ങളും ഇന്ത്യൻ പാർലമെന്റിൽ എഴുന്നേറ്റ് നിന്ന് 4 വർത്തമാനം പറയുവാൻ ഇദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. യോഗത്തിൽ മണ്ഡലം കമ്മിറ്റി കൺവീനർ ഷാഗിൻ കുമാർ സ്വാഗതം പറഞ്ഞു. സഖാവ് ആരിഫ് MP ആലപ്പുഴയിൽ നിന്നും ജയിച്ചു പോകുന്ന സാഹചര്യമില്ല. ഞങ്ങൾ ഈ 19 MPമാരെയും ഞങ്ങളുടെ സഖാവ് ആരിഫ് MPയും തമ്മിൽ താരതമ്യം ചെയ്യപ്പെടുമ്പോൾ ആലപ്പുഴയിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ഒരു പാർലമെന്റ് അംഗം എന്ന നിലയിൽ ആ സഖാവ് ചെയ്തു. ഇന്നലെ വൈകിട്ട് 5 മണിക്ക് പുനലൂർ തൂക്കുപാലത്തിന് മുൻപിൽ സംഘടിപ്പിച്ച പരിപാടിക്ക് DYFI ബ്ലോക്ക് സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്യാം, AISF സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് രാഹുൽ രാധാകൃഷ്ണൻ, പുനലൂർ നഗരസഭ വൈസ് ചെയർമാൻ രഞ്ജിത്ത്, സുജിൻ സുന്ദരൻ, സെബാസ്റ്റ്യൻ, അരുൺ, ഷഫ്ന, ബൈജു ഖാൻ, മഹേഷ് എന്നിവർ നേതൃത്വം നൽകി. റിപ്പോർട്ടർ സുരാജ്, പുനലൂർ. പുനലൂരിന്റെ പൊൻതിളക്കം അൽ-അമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം. പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനും
സേവനമുള്ള സൗകര്യം. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും. എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ. ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ്. അൽ അമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. ഫോൺ 0475 291 2916 8129 69916.